13 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം അപ്പൂപ്പനെ കൊലപ്പെടുത്തി. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തി. കാമുകനും കൂട്ടുകാർക്കും. ചിന്തിക്കാൻ പറ്റുമോ? ഒരാൾക്ക് പോലും ദഹിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? കളിച്ചു വളരേണ്ട പെൺകുട്ടിക്ക് ഇങ്ങനെ ചിന്ത വന്നു. അതാണിപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം. എന്തായാലും നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അറിഞ്ഞിട്ടുള്ളത്. ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനൊരു മനസ്സ് ആ പെൺകുട്ടിക്ക് വന്നത്? ആലപ്പുഴയിലെ കരുവാറ്റയിൽ നടന്ന ആ ദാരുണ സംഭവത്തിന് പിന്നിലെ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. 13 വയസ്സുള്ള പെൺകുട്ടിയുടെ വലിയ വായിലുള്ള നിലവിളി കേട്ടുകൊണ്ടാണ് നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടിയത്. പെൺകുട്ടി ഇങ്ങനെ വാവിട്ട് കരയുകയാണ്. പെൺകുട്ടിയുടെ നിലവിളി കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം ചോദിച്ചു, എന്ത് പറ്റും മോളെ, എന്ത് കാര്യം എന്തുവാ? പെൺകുട്ടി പറയുകയാണ്, എൻ്റെ അപ്പൂപ്പൻ ഈ വീട്ടിനകത്തുണ്ട്, പക്ഷേ അപ്പൂപ്പൻ കഥ ഉറക്കുന്നില്ല. ഞാൻ ഒരുപാട് തവണ വാതിൽ മുട്ടിയിട്ടും ഒരു അനക്കം പോലും ഇല്ല. എൻ്റെ അപ്പൂപ്പൻ എന്തോ സംഭവിച്ചു. മോൾ കരയാരി അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ആശ്വസിപ്പിച്ചു. ശിവൻകുട്ടി ചെട്ടിയാർ എന്ന് പറയുന്ന ആളാണ് ആ വീട്ടിനകത്തുള്ളത്. 67 വയസ്സുണ്ട്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ മദ്യപിച്ച് ലക്കിട്ട് കിടക്കുമായിരിക്കും. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നാട്ടുകാർ പിന്നെ അമാന്തിച്ചില്ല. ആ പെൺകുട്ടിയാണെങ്കിൽ വാവിട്ട് കരയുകയാണ്. ആൾക്കാർ ആശ്വസിപ്പിച്ചു. വാതിൽ ചവിട്ടി തുറന്നു. പക്ഷേ ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് ആ വീട്ടിനുള്ളിൽ നാട്ടുകാരെല്ലാം കണ്ടത്. ശിവൻകുട്ടി ചെട്ടിയാർ എന്ന് പറയുന്ന ആ വൃദ്ധൻ മരിച്ചു കിടക്കുകയാണ്. അയാളുടെ കൈകാലുകളെല്ലാം ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അറിയാലോ, ഈ രീതിയിലേക്കാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നഗ്ന രൂപത്തിലാണ്. ഭയങ്കര ഭീകരമായ കാഴ്ചയാണ്. എന്തായാലും നാട്ടുകാരെല്ലാം പോലീസിനെ വിളിച്ചു. പോലീസ് ആ വീട് മുഴുവൻ, അല്ലെങ്കിൽ ആ മുറി മുഴുവൻ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ വീണ്ടും വലിയ കാഴ്ചകൾ കാണുകയാണ്. ആ മുറി മുഴുവൻ മുളക് പൊടി വിതറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഒരു യുദ്ധ സമാനമായ സാഹചര്യമാണ് ആ മുറിയിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. തുണിയൊക്കെ വായു വലിച്ചെടുത്തിരിക്കുന്നത്, അലമാരി ചവിട്ടി തുറന്നിരിക്കുന്നു, മേശ വലിപ്പൊക്കെ വലിച്ചു തുറന്നിരിക്കുന്നു. ഒരു മോഷണം നടന്ന രീതിയിലുള്ള എല്ലാ തെളിവുകളും ആ മുറിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ പക്കാ മോഷണം തന്നെ അല്ലേ? ഉറപ്പിച്ചല്ലോ. ആരാണ്? പോലീസ് പിന്നെ ആ മുറിയും അലമാരിയും എല്ലാം വിശദമായിട്ട് പരിശോധിക്കുകയാണ്. എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടെങ്കിൽ അറിയണമല്ലോ. മോഷണം പോയിട്ടുണ്ട്. കുറച്ച് സ്വർണ്ണങ്ങൾ പോയിട്ടുണ്ട്. 10-16,000 രൂപ മോഷണം പോയിട്ടുണ്ട്. പക്കാ മോഷണം. ആരാണല്ലേ? ഇവിടെ പോലീസിന് ആകെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം സംഭവിക്കുകയാണ്. കാരണം പിറകുവശത്തെ വാതിലും അകത്തുനിന്ന് പൂട്ടിട്ടുണ്ട്, മുൻവശത്തെ വാതിലും അകത്തുനിന്ന് പൂട്ടിട്ടുണ്ട്. ഈ മുറിയിലുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ മുറിയിലുള്ളവർ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ പുറത്തു നിന്ന് ഒരാൾ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ആ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതല്ലേ? അത് നമ്മൾ അറിയണം. ആ ദിവസം ആരുമില്ല വീട്ടിൽ. ഈ ശിവൻകുട്ടി ചെട്ടിയാരുടെ ഭാര്യ, മകള്, ഈ 13 വയസ്സുള്ള പെൺകുട്ടി, അവരൊക്കെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. പക്ഷേ ആ ദിവസം ഈ ശിവൻകുട്ടി ചെട്ടിയാരുടെ ഭാര്യയും മകളും ആ വീട്ടിലില്ല. കാരണം ഈ ശിവൻകുട്ടി ചെട്ടിയാരുടെ മകള് പ്രസവത്തിന് വേണ്ടി ഒരു ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയിരിക്കുകയാണ്. വണ്ടാന എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലോട്ട് പോയിരിക്കുകയാണ്. അമ്മയും കൂട്ടിന് പോയിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിലാണ്. പിന്നെ ഈ വീട്ടിലുള്ളത് ഈ ശിവൻകുട്ടി ചെട്ടിയാരും ഈ കൊച്ചുമകളുമാണ്. പക്ഷേ കൊച്ചിന് വെച്ച് വിളമ്പാനും കൊടുക്കാനൊക്കെ അപ്പൂപ്പനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അപ്പുറത്തുള്ള ബന്ധു വീട്ടിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പിന്നെ ആരുമില്ല. ആകെപ്പാടെ കൺഫ്യൂഷൻ നിറഞ്ഞൊരു കേസാണ്. പോലീസ് തല ചുറ്റി കാണും അല്ലേ? ആരായിരിക്കും? പോലീസ് ആ വീട് മുഴുവൻ ഇങ്ങനെ കറങ്ങി സഞ്ചരിക്കുകയാണ്. ഏതുവഴിയായിരിക്കും കള്ളം കയറിയിരിക്കുന്നത്? കിട്ടി. ഏതുവഴി കയറിയെന്നറിയാമോ? വീടിന് പിറകിലുള്ള ശൗചാലയം വഴി, അതായത് കക്കൂസിൻ്റെ ആ ഷീറ്റ് പൊക്കി എയർ ഹോളുണ്ട്, അതുവഴിയാണ് ഈ കള്ളൻ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. വേറെ ഒരു വഴിയുമില്ല. പോലീസ് പിന്നെ അവിടേക്ക് നോക്കിയപ്പോൾ ഈ ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ കുത്തിപ്പിടിക്കുമ്പോൾ പൊട്ടി, ആ ഷീറ്റ് പൊട്ടി. ആ വിടവിലൂടെ കുറച്ച് ഗ്യാപ്പ് കിട്ടി. അതുവഴി നൂടുന്നാണ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ചെറിയ എയർ ഹോൾ അറിയാമല്ലോ, ഈ പറയുന്ന എക്സോസ്റ്ററൊക്കെ പിടിപ്പിക്കാനുള്ള ചെറിയ എയർ ഹോൾ, അതുവഴി അടക്കണമെങ്കിൽ നല്ലതുപോലെ മെലിഞ്ഞ് വയറൊന്നുമില്ലാത്ത ആൾക്കാരെ പ്രവേശിക്കാനൊക്കത്തുള്ളൂ. നമ്മളെപ്പോലെയുള്ള തടിയന്മാരായ ആൾക്കാർക്ക് അതുവഴി പ്രവേശിക്കാനൊക്കത്തില്ല. അപ്പോൾ ആരായിരിക്കും? സംശയം നേരെ നീണ്ടത് ബംഗാളികളിലേക്കാണ്, ബംഗാളി യുവാക്കളിലേക്കാണ്. കാരണം അവർക്ക് നമ്മളെ മലയാളികളെ പോലെ അത്ര വയറൊന്നും ഇല്ലല്ലോ. നമ്മൾ മലയാളികളാണല്ലോ ഉള്ള ചോറും മറ്റേ അതിനകത്ത് നിന്ന് അടിച്ച് കൊടുത്തിരിക്കുന്നത്. അവരാണെങ്കിൽ വയറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നല്ല ബലിഷ്ടമായ ബോഡിയാണ് ബംഗാളികൾക്ക്. അവർക്ക് പെട്ടെന്ന് ഊടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അങ്ങനെ ഈ ബംഗാളികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ പോലീസ് സംശയിച്ചു. ബംഗാളികൾ മാത്രമല്ല കേട്ടോ, ആ നാട്ടുകാരിൽ പലരെയും ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, മോഷണമല്ലാതെ വേറൊരു സംഭവം ആ വീട്ടിൽ നടന്നിട്ടില്ല. ഈ ശിവൻകുട്ടിക്ക് പ്രത്യക്ഷത്തിൽ ശത്രുക്കൾ ആരുമില്ല. ഒരു 6 മാസം മുമ്പാണ് അദ്ദേഹം കൊല്ലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഈ ആലപ്പുഴയിലെ കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നത്.
ഈ മകളുടെ, അതായത് ഈ ശിവൻകുട്ടിക്ക് 3 മക്കളാണ്. അതിൽ ഒരു ആൺചെറുക്കൻ മരിച്ചുപോയി, ആത്മഹത്യയായിരുന്നു. പിന്നെ ഉള്ളത് 2 പെൺമക്കളാണ്. അവരുടെ വീട് പണിയൊക്കെ നടക്കുകയാണ്. അവരുടെ നേരത്തെ ഈ ആലപ്പുഴയിലേക്ക് വന്നു. അതുകൊണ്ട് ആ വീട് പണിയിലൊക്കെ സഹകരിക്കാനും ഒരു മേൽനോട്ടം കൊടുക്കണമല്ലോ, അച്ഛനല്ലേ. അങ്ങനെ അതൊക്കെ സഹകരിക്കാൻ വേണ്ടിയാണ് കരുവാറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് അയാളും അയാളുടെ ഭാര്യയും മകളും ഈ കൊച്ചുമകളൊക്കെ അവിടെ താമസമായത്. നാട്ടുകാരോട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പറയും, എന്തുകൊണ്ട് ഷൂട്ട് ചെയ്യട്ടെന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയും. ഒരഭിപ്രായ വ്യത്യാസം ഒരാൾക്ക് പോലും ഈ ശിവൻകുട്ടിയെ പറ്റിയില്ല. ഒരാളുടെ ഗുണത്തിനും പോകത്തില്ല, ദോഷത്തിനും പോകത്തില്ല. അങ്ങനെയുള്ള ഒരാളെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. ഒരു ശത്രുക്കളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ശല്യമുള്ള ഒരാളെ മാത്രമേ കൊല്ലത്തുള്ളൂ. ഇയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഇല്ല. പോലീസ് എന്തായാലും വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഏതോ ഒരു നാട്ടുകാരൻ്റെ വായിൽ നിന്നും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ് ഈ കേസിൽ. അത് വല്ലാത്ത ട്വിസ്റ്റായി പോയിട്ടോ. കേരളം നടുങ്ങി വിറയ്ക്കുന്ന ട്വിസ്റ്റാണ് ഈ കേസിലുണ്ടായിരിക്കുന്നത്. അന്നേ ദിവസം അപ്പൂപ്പനകത്ത് മരിച്ചു കിടക്കുകയാണ്. ഈ 13 വയസ്സുള്ള പെൺകുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി ധൃതിയിൽ ഒരുങ്ങുകയാണ്. അറിയാമല്ലോ, ഈ പെൺകുട്ടിക്ക് നല്ല അറിവുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയാണ് നാട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ അതൊന്നും ആ ഗൗനിക്കാതെ വീട്ടിലേക്ക് വന്നു, കുളിച്ചൊരുങ്ങി ഡ്രസ്സ് പോയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടുകാർ ചോദിച്ചു, മോനെ അപ്പവും മരിച്ചു കിടക്കുമല്ലോ, നീ പോകണോ? എനിക്ക് പഠിച്ചേ പറ്റൂ, എനിക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെപ്രാളത്തിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ നന്നായിട്ട് വഴക്ക് പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യുന്നത്, പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വിലക്കി. അതൊരു സംശയമായിട്ട് മാറി. ഈ സമയത്ത് എത്ര ബോധമില്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര കൊച്ചുകുട്ടിയാണെങ്കിലും തിരിച്ചറിവാവേണ്ട കാര്യമല്ലേ ഇത്? അതൊരു സംശയമായിട്ട് മാറി. എന്തായാലും അത് പോലീസിൻ്റെ ചെവിയിലും ആ സംശയം നാട്ടുകാർ എത്തിച്ചു. പോലീസ് പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയുമോ? ഈ കുട്ടി ഒന്ന് വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ കുട്ടിയുടെ കയ്യിൽ, അതായത് 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഈ കുട്ടിയുടെ കയ്യിൽ ഈ കനത്തിലൊരു മൊബൈൽ ഫോൺ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ 10 20 വയസ്സോ അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന അത്രയും വലിയ ഫോണാണ് ഈ കുട്ടി ഉപയോഗിക്കുന്നത്. 13 വയസ്സെന്ന് ഊഹിക്കണം. നമ്മുടെയൊക്കെ വീട്ടിലും ഇത്തരത്തിലുള്ള കുഞ്ഞു പിള്ളേരുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത്രയും വലിയ ഫോൺ ഉപയോഗിക്കുമോ? അച്ഛൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരുപക്ഷെ അച്ഛൻ്റെ അമ്മയുടെ അനുവാദത്തോടെ അവരുടെ മുമ്പിലായിരിക്കും ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കുട്ടി സ്വന്തമായിട്ട് ഈ ഫോണും ചുമന്ന് നടക്കുകയാണ്. അപ്പോൾ അതൊരു സംശയം കൊണ്ട് മാറി. പോലീസ് ആ ഫോണിങ് വളരെ സ്നേഹത്തോടെ, മക്കളേക്ക് തന്നെ അങ്കിൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിക്കുകയാണ്. ഫോൺ ഇങ്ങോട്ട് ഓപ്പൺ ആക്കി. തല കറങ്ങുന്ന, ഒരാളും പ്രതീക്ഷിക്കാത്ത ഇത്രയും ഭീകരമായ ദൃശ്യങ്ങളാണ് ആ ഫോണിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതെല്ലാം ചർച്ചാ വിഷയമായ, അല്ലെങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞ വിഷയമായതുകൊണ്ട് നേരെ ഇത് കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 13 വയസ്സുള്ള കുട്ടിയാണ് സ്വന്തം അപ്പൂപ്പനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് ഈ ഫോണിൽ ഉടനീളം കാണുന്നത്. കൃത്യമായിട്ട് ആ കൊലയാളികൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യം ഈ പെൺകുട്ടിക്ക് അവരയച്ചു കൊടുക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ആ ഫോണിലുണ്ട് അല്ലേ? വല്ലാത്തൊരു ഞെട്ടലോടെയാണ് എല്ലാവരും ഈ സംഭവത്തെ കണ്ടത്. ഇനി അറിയേണ്ടത്, ഈ 13 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് അപ്പൂപ്പനോട് എന്തായിരിക്കും ഇത്രത്തോളം ദേഷ്യം അല്ലേ? എന്തിനു വേണ്ടിയാണ് അപ്പൂപ്പനെ കൊന്നത്? അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത്? അതിൻ്റെ കഥ അറിയണമെങ്കിൽ നമുക്ക് ഈ പെൺകുട്ടിയെ ശരിക്കും അടുത്തറിയണം. ഈ പെൺകുട്ടി 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. കൊല്ലത്താണ് അന്ന് താമസിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ രണ്ടാമത് വേറെ വിവാഹം കഴിച്ച് ഗൾഫിലേക്ക് പോയി. പിന്നെ ഈ പെൺകുട്ടിയുടെ ജീവിതം ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇതെല്ലാം വെളിവായത്. ഒരു കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോവുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ, പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, നാട് വിട്ടു പോകുന്നു. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, 13 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാണല്ലേ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതൊക്കെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വെളിവായി വരുന്നത്. പലപ്പോഴും രാത്രിയിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല, കൂട്ടുകാരുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ഈ ഫോണുണ്ട്, പലരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഒരുപാട് വഴിവിട്ട രീതിയിലേക്കാണ് ഈ പെൺകുട്ടി പോകുന്നത്. അങ്ങനെ ഈ പെൺകുട്ടി ഈ കൊല്ലത്തുള്ള ഒരു പയ്യനുമായിട്ട്, ആ പയ്യൻ ആ സമയത്ത് +2 പഠിക്കുകയാണ്, +2 ഒക്കെ തോറ്റ് തുന്നമ്പാടി മറ്റോ അടിച്ച് നടക്കുന്ന സമയമാണ്. ആ പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയാണ്. 17 വയസ്സുകാരനും ഈ 13 വയസ്സുള്ള കുഞ്ഞു കുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അങ്ങനെ പ്രണയമൊക്കെ വീട്ടിൽ അറിയുന്നുണ്ട്, പലർക്കും വഴക്ക് പറയുന്നുണ്ട് പെൺകുട്ടി, പക്ഷേ ആരും അംഗീകരിക്കുന്നില്ല. ഈ ഫോണുമായിട്ടൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് ഈ അപ്പൂപ്പനും ഈ കൊച്ചുമോളും അപ്പൂപ്പൻ്റെ ഭാര്യയും കൂടി നേരെ എവിടെ വരിക? ആലപ്പുഴയിലെ കരുവാറ്റയിലുള്ള ഈ വീട്ടിലേക്ക് വരികയാണ്, വാടക വീട്ടിലേക്ക് വരികയാണ്. അതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കഥ ക്ലിയർ ആണല്ലോ. അങ്ങനെ വരികയാണ്. പക്ഷേ ഈ പെൺകുട്ടി ഈ ബന്ധം നിർത്തുന്നില്ല. ആരുമായിട്ടുള്ള, ഈ പയ്യനുമായിട്ടുള്ള, ലഹരി അടിച്ച് വീടും കൂടുമൊന്നും ഇല്ലാതെ ആരെയും നോക്കാൻ നടക്കുന്ന ഈ പയ്യനുമായിട്ടുള്ള ബന്ധം വിടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടിക്കൊരു ആഗ്രഹം, കാമു എൻ്റെ ഗിഫ്റ്റ് കൊടുക്കണം. ഇത്ര നാൾ തന്നെ സ്നേഹിച്ച ഒരാളല്ലേ. ആ പെൺകുട്ടി പറയുകയാണ്, എടാ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം, നിനക്ക് നല്ലൊരു ബൈക്ക് മേടിച്ചു തന്നാലോ? എനിക്കൊരു ഫോണും വേണം, ഈ ഫോൺ എത്ര കൊള്ളില്ലടാ, കണ്ട് പഴയ പോലെ ഒന്നും പറ്റത്തില്ല, അപ്പോൾ എനിക്കൊരു അടിപൊളി നല്ല ഫോണും മേടിക്കണം. അപ്പോൾ ഈ കാമു ചോദിച്ചാൽ പൈസ എന്തുവാ? പൈസയ്ക്ക് വഴിയുണ്ട്. ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൂപ്പൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, സ്വർണ്ണാഭരണങ്ങളുണ്ട്, വീട്ടിൽ ഇഷ്ടംപോലെ വെച്ചിരിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം?
അതെങ്ങനെ എടുക്കണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട്. അപ്പൂപ്പനെ കൊല്ലണം. ഈ പെൺകുട്ടിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ അത് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പൂപ്പനെ കൊല്ലാൻ തന്നെ പദ്ധതി ഇടുകയാണ്. ഇനി അവിടം മുതൽ നമ്മുടെ എന്താ പറയുക, ഈ ബോൺ ക്രിമിനൽ എന്നൊക്കെ പറയുമല്ലോ, അവർ പ്ലാൻ ചെയ്യുന്ന ആ പദ്ധതിയാണ് ഈ പെൺകുട്ടിയും കാമുകനും കൂടി ആസൂത്രണം ചെയ്യുന്നത്. എന്നിട്ട് ഈ കാമുകൻ ചെയ്യുന്ന പണി എന്തറിയാമോ? അവൻ്റെ സഹായിയായിട്ടുള്ള 2 പേരെ കൂടി കൂട്ടുകയാണ്. അവന്മാരും തോറ്റ് തുന്നമ്പാടി കഞ്ചാവ് അടിച്ച് മറ്റേ അടിച്ച് കിടക്കുന്ന 10ഉം 17ഉം വയസ്സുള്ള 2 പയ്യന്മാരെ കൂടി ഈ കാമുകൻ പയ്യൻ കൂട്ടുകയാണ്. അങ്ങനെ 4 സംഘം ഇരുന്ന് ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുക. ഒരാൾ പോലും അറിയാൻ പാടില്ല ഈ സംഭവം. പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ തല പോകുന്ന കേസാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു. വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രണം അവർ നടത്തി കഴിഞ്ഞു. സ്പൈഡർ എന്നൊരു സിനിമയുണ്ട്, അതിനകത്ത് വീടിൻ്റെ മുകളിൽ കയറുന്നു, ഒരു കല്ല് താഴെ ഇടുന്നു, ഇരകളെ കൊല്ലുന്നൊരു സംഭവമൊക്കെയാണ് ആ സിനിമയിൽ പറയുന്നത്. അതുപോലെയൊക്കെയാണ് ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പെൺകുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീടിന് ചുറ്റും ഒരുപാട് കല്ല് കിടപ്പുണ്ട്, ആ കല്ല് എടുത്തുകൊണ്ട് നേരെ വീടിന് മുകളിൽ കയറുക. അപ്പോൾ ഇത്രാമത്തെ മുറിയിലാണ് കിടക്കുന്നത്, എന്നിട്ട് ആ ഓട് പൊളിച്ച് താഴേക്ക് കല്ല് തള്ളിയിട്ട് അപ്പൂപ്പനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ ഒരു പദ്ധതിയോടെ ഇവർ നേരെ ആലപ്പുഴയ്ക്കടുത്തുള്ള കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി എത്തുകയാണ്. അപ്പോൾ നല്ല ഉറക്കമാണ്. ഇവർ 3 പേരും കൂടി കള്ളനെ പോലെ പമ്മി ആ വീടിന് ചുറ്റും നടക്കുകയാണ്. എന്നിട്ട് വീടിന് മുകളിൽ കയറുന്നത്, കല്ലും ചുമന്നിട്ടാണ് കയറുന്നത്. സൂക്ഷം പോലെ ഇവരും സംഭവിച്ചറിയാമോ? ആ ഓടൊക്കെ പൊളിച്ചപ്പോൾ നല്ല മച്ചാണ്. ഒരു വിധത്തിലും കല്ല് താഴേക്ക് ഇടാൻ പറ്റുന്നില്ല. മച്ചല്ലേ, അറിയാൻ മനസ്സിലായല്ലോ. പല രീതിയിലും പല രൂപത്തിൽ നോക്കിയിട്ടും ആ മച്ചൊരു തടസ്സമായിട്ട് മാറി. അങ്ങനെ ആ പദ്ധതി ഇവർ ഉപേക്ഷിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്, 2 വശത്തും അകത്ത് കയറിയേ പറ്റും. അങ്ങനെ അവർ ആ വീടിന് ചുറ്റും നടന്നപ്പോൾ ഒരു എയർ ഹോൾ കാണുകയാണ് അശുചിമുറിയുടെ ഭാഗത്ത്. പക്ഷെ അതുവഴി കടക്കണമെങ്കിൽ കുറച്ച് ഭീകരമാണ്, വലിയ പാടാ, അത്രയും മെലിഞ്ഞൊരാൾക്കേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുത്തൻ ഈ ഷീറ്റ്, അതായത് വെളിയിൽ നിന്ന് ഷീറ്റ് ഇങ്ങനെ വന്നിട്ട് പൊക്കി കൊടുക്കുകയാണ്. ഒരുത്തൻ ഞൊത്തകത്ത് കയറി, വെളി നിൽക്കുന്നവൻ അടുത്തവൻ അത് പിടിക്കുന്നു, രണ്ടാമത്തവനും അകത്ത് കയറി. അങ്ങനെ 2 പേര് ഇപ്പോൾ അകത്താണ്. 2 പേരിൽ ഒരുത്തൻ ഈ വാതിൽ തുറന്ന് കൊടുക്കുകയാണ്. അങ്ങനെ 3-മനും അകത്ത് കയറുന്നു. നമ്മുടെ പാവപ്പെട്ട ശിവൻകുട്ടി ഒന്നും അറിയാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ആ മനുഷ്യനെ ഈ 3 സംഘം ചേർന്ന് ഭീകരമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആ രീതിയിലൊക്കെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവിടെ എല്ലാം മുളകുപൊടി വിതറുന്നു, ആ പൈസ ഉള്ള സ്ഥലമൊക്കെ പരിശോധിക്കുന്നു. അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന 6 പവൻ സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. 10-16,000 രൂപയൊക്കെ അടിച്ചു മാറ്റി ആ രാത്രിയോടെ അവർ നേരെ കൊല്ലത്തേക്ക് വണ്ടി കയറി. ഈ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കാമുകൻ പയ്യൻ ഒരു വലിയ മണ്ടത്തരം കാണിച്ച്, മണ്ടത്തരമല്ല, ഇതാണ് കേസ് നിർണായകമായിട്ടുള്ളൊരു പിടിവള്ളിയായിട്ട് മാറിയത്. ആ പെൺകുട്ടിയുടെ ഒരു ആവശ്യകത കൂടിയായിരുന്നു. ഈ പെൺകുട്ടിയെ അപ്പോൾ മരിക്കുന്നതൊക്കെ ലൈവായിട്ട് വീഡിയോ കോളിൽ കാണിക്കുകയാണ്, മരണം ഉറപ്പിക്കാൻ വേണ്ടി. പെൺകുട്ടി ഹാപ്പിയായി. അപ്പോൾ മരിച്ചു എന്ന് കാമുകൻ ഉറപ്പ് കൊടുത്തു. ഏതുവഴി? വീഡിയോ കോൾ വഴി. എന്നിട്ട് കുറച്ച് വിഷ്വലൊക്കെ ആ പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് നേരെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ പെൺകുട്ടി ഹാപ്പി, കാമുകൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഇമാതിരി പണിയും കഴിഞ്ഞ് നേരെ അവിടേക്ക് പോവുകയും ചെയ്തു. ഇനി പന്ത് പെൺകുട്ടിയുടെ കോർട്ടിലാണ്. പെൺകുട്ടി നേരെ രാവിലെ വരുന്നു, ആ വീടിന് ചുറ്റും കിടന്ന് ഓടുന്നു. അപ്പോൾ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നു. നാട്ടുകാരെ വിളിക്കുന്നു, ബഹളം വെക്കുന്നു, വാതിൽ ചവിട്ടി തുറക്കുന്നു. അപ്പോൾ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് വീണ്ടും നിലവിളിക്കുവാണ്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇവിടെയാണ് ഇനി പെൺകുട്ടിയുടെ പദ്ധതി ആകെ താറുമാറായി പോകുന്നത്. എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ഒരു വലിയ മണ്ടത്തരം കാണിക്കുകയാണ്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. ആർക്കാലും സംശയം തോന്നത്തില്ലയോ? സംശയം തോന്നി. രണ്ടാമത്തത്, കൃത്യമായിട്ട് സംശയം തോന്നി മൊബൈൽ വാങ്ങി പരിശോധിച്ചപ്പോൾ ഒരെണ്ണം പോലും ഈ പെൺകുട്ടി ഡിലീറ്റ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് വീഡിയോസ് ഉണ്ട്, ആ പയ്യന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാം ഓക്കെ ആയെന്ന് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ ചാറ്റും ആ മൊബൈൽ ഫോണിൽ വ്യക്തതയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് പോലീസ് ഈ പെൺകുട്ടിയിലേക്ക് എത്തിയത്. ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ബാക്കി 3 പയ്യന്മാരെ തപ്പി അകത്തിട്ടു. പോലീസ് ഈ പെൺകുട്ടി ചോദിച്ചു, എന്തിനാണ് ഈ സ്വന്തം അപ്പൂപ്പനെ ഇങ്ങനെ കൊന്നെന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് അതിലും വിചിത്രം. അപ്പൂപ്പൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ആ വൈരാഗ്യമാണ് ഞാൻ എൻ്റെ കാമുകൊണ്ട് പറഞ്ഞത്, അങ്ങനെയാണ് ആ വൈരാഗ്യം തീർത്തതെന്നൊക്കെയാണ് പെൺകുട്ടി പറയുന്നത്. എന്തായാലും അതിനെപ്പറ്റിയുള്ള അന്വേഷണമൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ മരിച്ചു പോയല്ലോ, അവിടെ എന്താ സംഭവിച്ചതെന്ന് ഈ പെൺകുട്ടിക്ക് അറിയത്തുള്ളൂ. അതിൻ്റെ വാസ്തവം എന്താണെന്ന് പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പെൺകുട്ടി ചെയ്ത പ്രവൃത്തി നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയല്ലേ. പിന്നെ നമുക്ക് ചിന്തിക്കാം, ആ പെൺകുട്ടിയുടെ അവസ്ഥയായിരിക്കും ഇങ്ങനെ പ്രേരിപ്പിച്ചത്. നേരത്തെ അമ്മ 2ാം കെട്ട് കെട്ടി അമ്മയുടെ പണിക്ക് പോയി, അച്ഛനില്ല, നിയന്ത്രിക്കാൻ ആരുമില്ല, ഈ അപ്പൂപ്പനേ ഉള്ളൂ. 13 വയസ്സുള്ള പെൺകുട്ടിക്ക് വലിയ മൊബൈൽ കിട്ടുന്നു, അതുവഴി ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടുന്നു, വഴിവിട്ട ജീവിതത്തിലേക്ക് പെൺകുട്ടി പോകുന്നു. നിയന്ത്രിക്കാൻ ആരുമില്ല, ഇങ്ങനെയൊക്കെയാണെന്നേ. പലപ്പോഴും പെൺകുട്ടി നാട് വിട്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അത്തരം ജീവിതത്തിന് ഈ പെൺകുട്ടി അടിമയായിട്ട് മാറുകയാണ്. വലിയ കഷ്ടമാണ്. എന്തായാലും വല്ലാത്ത കേരള മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമായിട്ടിത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനഃശാസ്ത്രജ്ഞന്മാരും സൈക്കാട്രിസ്റ്റുകളിലും ഇങ്ങനെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു ആൾക്ക് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എന്തായാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ പാഠം ഈ സംഭവത്തിലുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മക്കളുടെ മാറ്റങ്ങൾ തിരിച്ചറിയണമെന്നേ. അവർക്ക് അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്,
അവർ മൊബൈൽ എന്താണ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിള്ളേരുടെ വളരെ ദുഷ്കരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയത്തില്ല നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞു പോകും, പലപ്പോഴും വല്ല മലമുകളിലോ എവിടെ നിന്നൊക്കെ ആയിരിക്കും കണ്ടെത്തുന്നത്. വലിയ കഷ്ടമാണ് നമ്മുടെ കുട്ടികളുടെ കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ നമ്മൾ കൂട്ടുകാരെ പോലെ കൊണ്ട് നടന്നേ പറ്റൂ, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും. ഈ 13 വയസ്സുകാർ ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല. ഇതാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സ്. എന്തായാലും സ്വന്തം കുട്ടികളുടെ ഭാവിയും കാര്യങ്ങളൊക്കെ ഓർത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.